മുള്ളരിങ്ങാട് വനമേഖലയിൽ നിന്നും നേര്യമംഗലം റേഞ്ചിലെ റിസർവ് വനഭാഗങ്ങളിലേക്ക് കാട്ടാനകളെ തുരത്തുവാനുള്ള നേര്യമംഗലം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ നീക്കത്തിൽ പ്രതിഷേധം ശക്തമാവുന്നു. നേര്യമംഗലം റേഞ്ചിലെ കാഞ്ഞിരവേലി അടക്കമുള്ള ഭാഗങ്ങളിൽ കാട്ടാനശല്യം രൂക്ഷമായ സാഹചര്യത്തിലാണ് കാട്ടാനകളെ ഈ ഭാഗത്തേക്ക് തുരത്തുവാൻ ശ്രമിക്കുന്നത്. ഇത് പ്രതിഷേധാർഹമാണെന്നും അംഗീകരിക്കാൻ കഴിയില്ലെന്നും അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് വാളറ ഡിവിഷൻ മെമ്പർ MA അൻസാരി പറഞ്ഞു. കോതമംഗലം ഡിവിഷനിലെ മുള്ളരിങ്ങാട് റേഞ്ച് പരിധിയിൽ വരുന്ന മുള്ളരിങ്ങാട് ജനവാസ മേഖലയിൽ ജനങ്ങൾക്കും വഴിയാത്രക്കാർക്കും കൃഷിവിളകൾക്കും ഭീഷണിയായിട്ടുള്ള കാട്ടാനകളെ നേര്യമംഗലം റേഞ്ചിന് കീഴിൽ വരുന്ന റിസർവ് വനഭാഗത്തേക്ക് തുരത്തുന്നത് സംബന്ധിച്ചാണ് നേര്യമംഗലം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ വിവിധ വിഭാഗങ്ങളിലെ അധികൃതർക്ക് കത്ത് നൽകിയത്. നവംബർ 30, ഡിസംബർ 1 തീയതികളിലായി മുള്ളരിങ്ങാട് മേഖലയിൽ നിന്നും നേര്യമംഗലം മേഖലയിലേക്ക് കാട്ടാനകളെ തുരത്തുന്നത് സംബന്ധിച്ചാണ് കത്ത്. എന്നാൽ നേര്യമംഗലം റേഞ്ചിലെ വിവിധ ഭാഗങ്ങളിൽ കാട്ടാനകളുടെയും വന്യമൃഗങ്ങളുടെയും ശല്യത്താൽ ആളുകൾ പൊറുതിമുട്ടിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഭാഗങ്ങളിലേക്ക് മുള്ളരിങ്ങാട് നിന്നുള്ള കാട്ടാനകളെ തുരത്തുവാൻ ശ്രമം നടക്കുന്നത്. ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും പ്രതിഷേധാർഹമാണെന്നും ബ്ലോക്ക് പഞ്ചായത്ത് വാളറ ഡിവിഷൻ മെമ്പർ MA അൻസാരി ആരോപിച്ചു. ജനങ്ങൾക്ക് വളരെയധികം ദുരിതപരമായ രീതിയിലാണ് ഇപ്പോൾ വാളറ, അതുപോലെ കുളമാങ്കുഴി, അതുപോലെ കാഞ്ഞിരവേലി, പഴംപിള്ളിച്ചാല്, നമ്മുടെ മാമലക്കണ്ടം പോലുള്ള പ്രദേശങ്ങൾ, പടിക്കപ്പ് പോലുള്ള പ്രദേശങ്ങൾ ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ, വന്യമൃഗങ്ങളെ കൊണ്ട് ഒരു രീതിയിലും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ വനം വകുപ്പ് എടുത്തിരിക്കുന്ന ഈ തീരുമാനം ഒരു രീതിയിലും ജനങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്തതാണ്. ശക്തമായ രീതിയിലുള്ള നിലപാടുമായി ജനങ്ങളെ കൂട്ടിക്കൊണ്ട് ഈ മേഖലയിലേക്ക് ആനയെ തുരത്തി വരുന്ന ആനയെ തിരിച്ച് അയക്കുന്ന നിലപാടുമായി ഞങ്ങൾ മുന്നിട്ടിറങ്ങുകയാണ്. ശക്തമായ രീതിയിലുള്ള പ്രതിരോധം ജനങ്ങളെ മുൻനിർത്തി നയിക്കും. മുള്ളരിങ്ങാട് ഭാഗത്തെ ജനങ്ങൾക്ക് ശല്യമായി തീർന്ന കാട്ടാനകളെ നേര്യമംഗലം റേഞ്ചിലെ നീണ്ടപാറ, ചെമ്പൻകുഴി, കരിമണൽ, തട്ടേക്കണ്ണി, കാഞ്ഞിരവേലി തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് തുരത്തുന്നതായും മേഖലയിലെ ജനങ്ങൾക്കും കൂടാതെ പോലീസ്, റവന്യൂ, പഞ്ചായത്ത് തുടങ്ങിയ വകുപ്പുകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകണമെന്നും സൂചിപ്പിച്ചുകൊണ്ടാണ് നേര്യമംഗലം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കത്തയച്ചിരിക്കുന്നത്. എന്നാൽ നേര്യമംഗലം റേഞ്ചിലെ വാളറ, കുളമാങ്കുഴി, കാഞ്ഞിരവേലി, പഴംപിള്ളിച്ചാൽ, മാമലക്കണ്ടം, പടിക്കപ്പ് തുടങ്ങിയ പ്രദേശങ്ങളിൽ വന്യമൃഗങ്ങളെ കൊണ്ട് ജനങ്ങൾ ദുരിതമനുഭവിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഈ മേഖലയിലേക്ക് മുള്ളരിങ്ങാട് നിന്നുമുള്ള കാട്ടാനകളെ തുരത്തുന്നത്. ഈ നീക്കം അംഗീകരിക്കാനാവില്ലെന്നും ജനങ്ങളെ കൂട്ടി ഈ മേഖലകളിലേക്ക് തുരത്തിവിടുന്ന വന്യമൃഗങ്ങളെ തിരിച്ചുവിടുവാനുള്ള തീരുമാനത്തിലുമാണ് തങ്ങളെന്നും MA അൻസാരി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അടിമാലി.